ഈശോമിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യത്തിലുള്ള സത്യവും പിതാവിന്റെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീബാൽ തൂക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതാത്മാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാവമോചനവും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സുകളെ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രികസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയച്ചിട്ടുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. വിശ്വാസ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശ്രവദിക്കണമേ. എന്റെ സഹോദരരെ, കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിനെയും നാഥനായ ദൈവം തന്റെ വിഷം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്ക് ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ രക്ഷിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചുവീക്ഷിക്കുവിൻ. ഭയദീനമായ രഹസ്യങ്ങൾ കുതാശയപ്പെടുന്നു. പുരോഹിതൻ തന്റെ മധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ും
അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ അങ്ങയുടെ മഹത്വമേറിയ രക്തത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഹമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായി അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായി ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. കർത്താവായ ദൈവമേ, സ്വർഗീയഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സുദർശനം അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമേർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി
വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസ്യമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമായ ഗുരുതരമായ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചുപോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജയിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ബെനഡിക്ട് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ഗീവർഗീസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ ജോർജ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭാ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും ഉദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരണത്തെ പ്രത്യാശപുരം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള ഓരോ മക്കൾക്ക് വേണ്ടിയും ഇപ്പോൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമർത്ഥവുമായ കൃപയാൽ സംജതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഹായെ ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലീഹന്മാർ, സാക്ഷികൾ, വന്ദകന്മാർ, വേദപാരകന്മാർ, പുത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രരും പരിശുദ്ധ കത്തോലിക്കാ സ്നാനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നിർമ്മലത്തിന്റെയും വിശുദ്ധിയുടെ മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും
മഹനീയവും ഭയഭക്തിനകവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളവരട്ടെ. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോട് കൂടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവശ്യത്തിനെ ആശ്രദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുന്ന എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷക്തന്റെ മൂല വ്യക്തിതാ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൻ ആദരാൽ ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമെപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങൾ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്ത്രീകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കും. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായ നിന്റെ നാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഫത്യാദനങ്ങളോട് സമീപിക്കാം. അന്താപത്തിനുള്ളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് ബന്ധിച്ചുകൊണ്ടും പാവങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരേറ്റോൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാവത്തിനായി യാചിക്കുകയും ചെയ്യാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോശിപ്പോടും ഐക്യത്തോടും കൂടെ ദിവരസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവന് കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മലഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തണ്ടേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരണം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യാധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവേ, മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ, ഇപ്പോഴും എന്നേക്കും. ആമേൻ. ജനങ്ങളെ വരുവിൻ, കർത്താവിന്റെ മരണത്തിന്റെ ഉയർപ്പിന്റെയും നിത്യസ്മാരകമായ മഹാരഹസ്യങ്ങളെ പ്രത്യാശപൂർവ്വം നമുക്ക് സമീപിക്കാം.
മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായി, ഞങ്ങൾ ഭക്ഷിച്ച ശരീരവും പാനം ചെയ്ത രക്തവും ഞങ്ങൾക്ക് ശിഷ്ടാവിധി കാരണമാകാതെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ തിരുസന്നിധിയിൽ സന്തുഷ്ടിക്കുന്ന ദാനമാകട്ടെ. സകലത്തിന്റെയും നാഥായി നീക്കും. പരിശുദ്ധാത്മാവിന്റെ കൃപാരത്താൽ സ്തുതിരവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുള്ള യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും
ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവൻ നിന്നുമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയമായ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക എല്ലാ നാഴികകളിലും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാഹമാരുടെ കൂടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേ, അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടപെടാതെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം അങ്ങ് യോഗ്യരാക്കി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി നീക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. സകലത്തെയും പൗത്രീകരിക്കുന്ന അതിന്റെ മൂല്യമായ ശരീരരക്തങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ മിശിഹ കൃപാപൂർവ്വം നമ്മെ യോഗ്യരാക്കി വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാൻ അവിടെ നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ ഈ അച്ചാരം നിന്റെ കാരുണ്യാതിരികത്താൽ ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള പ്രത്യാശയ്ക്കും നിന്റെ തിരുസന്നിധിയിൽ പ്രീതിനകമായ വിധം വർത്തിച്ച എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിന്റെയും നാഥായി നീക്കും. കർത്താവാം മിശിഹ വഴിയാ ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വിരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും എന്റെ രക്തം പാനം ചെയ്യും. മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമാ. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസ്സവനേകും ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. അരുളിയ പോലിൻ നീ ബലിയിൽ പങ്കാളികളാം അഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയ അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെ നിന്നും ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാം അഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിൽ ബലിപീഠമേ സുസ്തി.
ഞങ്ങളെടുത്തവൻ്റെ കബരുടെ മേസ്തി നിന്നെ സ്വീകരിച്ച കുർബാന കടങ്ങളെ പ്രതിക്കും പാപങ്ങളെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ആശ്രിതവത്സലനായവനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. മധ്യഗണത്തിൻ മധ്യസ്ഥ മഹിമോന്നത ധീരാത്മാ മഹിമകൾ പാടി വണങ്ങിടാം പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ലോകവും അതിനുള്ള ആശകളും ധീരതയോടെ വെടിഞ്ഞവനെ സ്വർഗപിതാവിൻ തിരുമുൻപിൽ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. നരകപിശാചം സർപ്പത്തിൻ ശിരസ്സു തകർത്തൊരു വീരാത്മാ നരകണമങ്ങേ വാഴ്ത്തുന്നു പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. അപേക്ഷിച്ചാൽ അപേക്ഷിക്കാത്ത വിശുദ്ധ ഗീവർഗീസ് സഹിതയുടെ സന്നിധിയിൽ തങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് അനവധി പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കുടുംബസമാധാനം ലഭിക്കുവാൻ, മദ്യപാനം, പുകവലി തുടങ്ങിയ ദുശീലങ്ങളും മോചനം ലഭിക്കുവാനായി, വിവാഹം നടക്കുവാൻ, വീട്ടിലേക്ക് നല്ലൊരു വഴി ലഭിക്കുവാനായി, തകർന്നു കിടക്കുന്ന കുടുംബ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുവാൻ, രോഗങ്ങൾ മാറിക്കിട്ടുവാൻ, ജോലി ലഭിക്കുവാൻ, സന്താന സൗഭാഗ്യം ലഭിക്കുവാൻ, സന്ധ്യാപ്രാർത്ഥന ഭവനത്തിൽ നടക്കുവാനായിട്ട്, അലർജി രോഗത്തിൽ നിന്ന് വിടുതൽ കിട്ടുവാനായിട്ട്, പരീക്ഷയിൽ വിജയം ലഭിക്കുവാൻ, കടബാധ്യത മാറിക്കിട്ടുവാൻ, വീട് പണി നടക്കുവാനായിട്ട്, തെറ്റായ ബന്ധങ്ങൾ മാറിക്കിട്ടുവാൻ, വീടും സ്ഥലവും വിൽക്കുന്നതിനും വാങ്ങുന്നതിനും ഈ അപേക്ഷകളോടൊപ്പം നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം. അതുപോലെ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അനവധി പേര് നന്ദി പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് പരീക്ഷയിൽ ഉയർന്ന വിജയം ലഭിച്ചതിന് നന്ദി അർപ്പിക്കുന്നു. ഇതോടൊപ്പം നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും കൃതജ്ഞതയും തിരുസന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അങ്ങേ ദാനങ്ങൾ നൽകി ഞങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ. സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള പ്രത്യാശയിൽ ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസ്നേഹത്താൽ ജ്വലിപ്പിക്കണമേ. സഹോദര സ്നേഹത്തിൽ ഞങ്ങളെ വളർത്തണമേ. എല്ലാ സാഹചര്യങ്ങളിലും ലോകരക്ഷകനായ മിശിഹായെ ഏറ്റുപറയുന്നതിനും സത്യസഭയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ആവശ്യമായ വിശ്വാസദാർഢ്യവും ധീരതയും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. സകലത്തിന്റെയും നാഥായി നീക്കും. ആമേൻ. പരിശുദ്ധാത്മാ
സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാരം വിരിപ്പുമാറ്റിടും ചന്ദ്രമേറുന്ന ദീപമേ. ഏഴുമാൽ കാവിലാശ്രയിക്കുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീഴുന്നള്ളി വരണമേ എന്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. വിണ്ണുണങ്ങി വരണ്ട മാനസം കണ്ട വിണ്ണിൻ തടാകമേ. വിണ്ണുണങ്ങി വരണ്ട മാനസം കണ്ട വിണ്ണിൻ തടാകമേ. മന്ദമായി വന്നു വീശിയാനന്ദം തന്ന പൊന്നിളം തിന്നലേ. രക്തസാക്ഷികളായുൽകിയ പുണ്യജീവിതപാവനേ. പരിശുദ്ധാത്മാവേ നീഴുന്നള്ളി വരണമേ എന്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ നൽകി രക്തസാക്ഷ്യമകുടമണിയുവാൻ തന്റെ ദാസനായ വിശുദ്ധ ഗീവർഗീസിനെ അനുഗ്രഹിച്ച ദൈവമേ, വിശ്വാസം ധീരതയോടെ സംരക്ഷിക്കുവാനും വിശുദ്ധി നിരന്തരം പാലിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ലോകത്തിന്റെ ദീപവും ഭൂമിയുടെ ഒപ്പമായി വർത്തിച്ചുകൊണ്ട് ഞങ്ങൾ വ്യാപരിക്കുന്ന എല്ലാ രംഗങ്ങളിലും അങ്ങേക്ക് സജീവ സാക്ഷ്യം വഹിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ഈ പ്രാർത്ഥന പാപികളുടെ മാനസാന്തരത്തിനും തിരുസഭയുടെ അഭിവൃദ്ധിക്കും വിശിഷ്യ അങ്ങയുടെ ഉപരിമഹത്വത്തിനായി ഭവിക്കുന്നതിനോട് വരുത്തുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി എന്നേക്കും. വിവിധ കാരണങ്ങളാൽ മുറിവേറ്റ നമ്മുടെ മനസ്സിനെ സൗഖ്യപ്പെടുത്തുവാൻ യേശുവിനോട് അപേക്ഷിക്കാം. പാലസ്തീനായിലൂടെ അനേകായിരങ്ങൾക്ക് രോഗശാന്തി നൽകിക്കൊണ്ട് നടന്നു നീങ്ങിയ യേശുവിനെ സ്മരിച്ചുകൊണ്ട് രക്ഷകനായ യേശുവേ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രക്ഷകനായ യേശുവേ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ. എന്നെ വിഷമിപ്പിക്കുന്ന കുടുംബ പ്രശ്നങ്ങളിലേക്ക് രക്ഷകനായ യേശുവേ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ. സ്നേഹം ലഭിക്കാതെ എനിക്കുണ്ടായ വിഷമത്തിലേക്ക് രക്ഷകനായ യേശുവേ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ. പ്രിയപ്പെട്ടവരുടെ മരണം മൂലം എനിക്കുണ്ടായ ദുഃഖത്തിലേക്ക് രക്ഷകനായ യേശുവേ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ. രോഗം മൂലം വിഷമിക്കുന്ന എന്റെ അവസ്ഥയിലേക്ക് രക്ഷകനായ യേശുവേ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ. എന്റെ അപകർഷതാബോധത്തിലേക്ക് രക്ഷകനായ യേശുവേ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ. അംഗീകാരം കിട്ടാതെ എനിക്കുണ്ടായ വിഷമത്തിലേക്ക് രക്ഷകനായ യേശുവേ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ. ക്ഷമിക്കുവാൻ സാധിക്കാത്ത എന്റെ അവസ്ഥയിലേക്ക് രക്ഷകനായ യേശുവേ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ. എന്റെ ആകുലതയിലേക്ക് രക്ഷകനായ യേശുവേ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ. എന്റെ അന്ധവിശ്വാസത്തിലേക്ക് രക്ഷകനായ യേശുവേ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ. എന്റെ പിടിവാശിയിലേക്ക് രക്ഷകനായ യേശുവേ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ. എന്റെ ലക്ഷ്യബോധമില്ലായ്മയിലേക്ക് രക്ഷകനായ യേശുവേ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ. എന്റെ ദുരാസക്തികളിലേക്ക് രക്ഷകനായ യേശുവേ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ. എന്റെ കലഹ സ്വഭാവത്തിലേക്ക് രക്ഷകനായ യേശുവേ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ. എന്റെ ശോകമൂകതയിലേക്ക് രക്ഷകനായ യേശുവേ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ.
എന്റെ മരണഭയത്തിലേക്ക് രക്ഷകനായ യേശുവേ കടന്നു വരണമേ സുഖപ്പെടുത്തണമേ. എന്റെ ദാരിദ്ര്യ ദുഃഖത്തിലേക്ക് രക്ഷകനായ യേശുവേ കടന്നു വരണമേ സുഖപ്പെടുത്തണമേ. എന്റെ തഴക്കദോഷത്തിലേക്ക് രക്ഷകനായ യേശുവേ കടന്നു വരണമേ സുഖപ്പെടുത്തണമേ. എന്റെ നഷ്ടബോധത്തിലേക്ക് രക്ഷകനായ യേശുവേ കടന്നു വരണമേ സുഖപ്പെടുത്തണമേ. എന്റെ വിശ്വാസരാഹിത്യത്തിലേക്ക് രക്ഷകനായ യേശുവേ കടന്നു വരണമേ സുഖപ്പെടുത്തണമേ. എന്റെ കുറ്റബോധത്തിലേക്ക് രക്ഷകനായ യേശുവേ കടന്നു വരണമേ സുഖപ്പെടുത്തണമേ. എന്റെ നിരാശയിലേക്ക് രക്ഷകനായ യേശുവേ കടന്നു വരണമേ സുഖപ്പെടുത്തണമേ. എന്റെ അഹന്തയിലേക്ക് രക്ഷകനായ യേശുവേ കടന്നു വരണമേ സുഖപ്പെടുത്തണമേ. എന്റെ മുൻകോപത്തിലേക്ക് രക്ഷകനായ യേശുവേ കടന്നു വരണമേ സുഖപ്പെടുത്തണമേ. എന്റെ വേദനിപ്പിക്കുന്ന ഓർമ്മകളിലേക്ക് രക്ഷകനായ യേശുവേ കടന്നു വരണമേ സുഖപ്പെടുത്തണമേ. എന്റെ പരാജയത്തിലേക്ക് രക്ഷകനായ യേശുവേ കടന്നു വരണമേ സുഖപ്പെടുത്തണമേ. എന്റെ അലസതയിലേക്ക് രക്ഷകനായ യേശുവേ കടന്നു വരണമേ സുഖപ്പെടുത്തണമേ. എന്റെ വൈരാഗ്യ മനോഭാവത്തിലേക്ക് രക്ഷകനായ യേശുവേ കടന്നു വരണമേ സുഖപ്പെടുത്തണമേ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവേ ആരാധന. പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ മനസ്സിന്റെ ദുഃഖങ്ങൾ മായ്ച്ചു കളയണമേ. ഞങ്ങളുടെ ശരീരത്തിന്റെ രോഗങ്ങളും ആത്മാവിന്റെ പാപക്കറകളും അങ്ങ് ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങ് നാഥനായി വാഴുകയും യഥാർത്ഥമായ ശാന്തിയും സമാധാനവും നൽകി ഞങ്ങളെ നേർവഴിക്ക് നയിക്കുകയും ചെയ്യണമേ. കരുണവാനായ യേശുവേ, അങ്ങേ ദാസനായ വിശുദ്ധ ഗീവർഗീസിന്റെ നൊവേനയിൽ പങ്കുചേർന്ന് ഞങ്ങളെ വിശുദ്ധന്റെ സുഹൃതങ്ങൾ പരിഗണിച്ച് വിശുദ്ധീകരിച്ച് പുതിയ വ്യക്തികളാക്കി മാറ്റണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി വിശുദ്ധ ഗീവർഗീസിന്റെ രക്തസാക്ഷിത്വത്തെ ഓർത്ത് ധ്യാനിച്ചുകൊണ്ട് കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സഭാവിരോധികളുടെ ദുഷ്പ്രചരണങ്ങൾക്ക് വഴിപ്പെടാതെ വിശ്വാസവും വിശുദ്ധിയും കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി രക്തസാക്ഷിമകുടമണിഞ്ഞ വിശുദ്ധ ഗീവർഗീസിനെ പോലെ എല്ലായ്പ്പോഴും വിശ്വാസത്തിലും നിർമ്മലതയിലും വളർന്നു വരുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നല്ല മാതൃകയും വിശ്വാസികൾക്ക് പ്രചോദനവും നൽകുവാൻ വേണ്ടി പീഡകൾ സഹിക്കുകയും ജീവൻ പോലും ത്യജിക്കുകയും ചെയ്ത വിശുദ്ധ ഗീവർഗീസിനെ പോലെ നല്ല മാതൃക നൽകുവാനും എന്ത് ത്യാഗവും സഹിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രോഗത്താലും വിഷഭയത്താലും വലയുന്നവരുടെ പ്രത്യേക മധ്യസ്ഥനായ വിശുദ്ധന്റെ പ്രാർത്ഥനയാൽ ഞങ്ങൾക്കുണ്ടാകുന്ന സകലവിധ രോഗങ്ങളിൽ നിന്നും ആപൽ ഭയങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവിത പരാജയങ്ങളിൽ നിരാശരാകാതെ പ്രത്യാശയോടെ ഞങ്ങളുടെ തിരുസന്നിധിയിൽ അണയുവാനും ജീവിത വ്യഗ്രതകളെ ഞങ്ങളുടെ തിരുമുമ്പിൽ സമർപ്പിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. യുവതി യുവാക്കന്മാർക്ക് അനുയോജ്യമായ ജീവിതാന്തസ് തിരഞ്ഞെടുക്കുവാനുള്ള ശക്തിയും കഴിവും നൽകണമെന്നും അവിടുത്തെ വിളിക്കനുസൃതമായി ജീവിതം നയിക്കുവാനുള്ള അനുഗ്രഹം പ്രദാനം ചെയ്യണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൗതികമായ സുഖസന്തോഷങ്ങളിലും സ്ഥാനമാനങ്ങളിലും സംതൃപ്തി കണ്ടെത്താതെ സ്വർഗീയമായ ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് യഥാർത്ഥമായ പ്രാർത്ഥനാ ചൈതന്യവും ജീവിത വിശുദ്ധിയും ഞങ്ങൾക്ക് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സാമ്പത്തിക വിഷമതകളിലും ദാരിദ്ര്യ ദുഃഖത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമെന്നും ഉള്ളതുകൊണ്ട് തൃപ്തരായി ജീവിക്കുവാനേവരെയും സന്നദ്ധരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തിരുസഭാധികാരികൾക്കും ഞങ്ങളുടെ ഇടവകയ്ക്കും ഉപകാരികൾ, ബന്ധുമിത്രങ്ങൾ, അയൽവാസികൾ എന്നിവർക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട് കഴിയുന്ന നാനാജാതി മതസ്ഥരായ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മനുഷ്യ സമക്ഷം എന്നെ സ്വീകരിച്ചു പറയുന്നവനെ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും സ്വീകരിച്ചു പറയും എന്ന സുവിശേഷവാക്യം ശ്രമിച്ചുകൊണ്ട് ലോകവ്യാമോഹങ്ങൾക്കും ഭീഷണികൾക്കും അടിമപ്പെടാതെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാനും മുഴു ഹൃദയത്തോടും ആത്മാവോടും എല്ലാ കഴിവുകളോടും കൂടി അങ്ങയെയും തിരുസഭയെയും സ്നേഹിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. വിനീതമായ സഭയെ സേവിക്കുന്നതിനും വിരോചിതമായ സുഹൃതം സമ്പാദിക്കുന്നതിനുള്ള അവസരങ്ങൾ യഥാവിധി ഉപയോഗപ്പെടുത്തുന്നതിനും ആവശ്യമായ കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. സകലത്തിന്റെയും നാഥായി എന്നേക്കും. ആമേൻ.
മിശിഹാ നരകുലപാലകരേ ഞങ്ങളണച്ചിടുമീ പ്രാർത്ഥന തിരുമുമ്പിൽ പരിമളവിയലും ധൂപം പോൽ കൈക്കൊണ്ടരുളേണം പരിമളവിയലും ധൂപം പോൽ കൈക്കൊണ്ടരുളേണം. ലോകത്തിൻ വഴികളിലുഴലാതെ പാപത്തിൻ പാതകൾ പുണരാതെ ദൈവത്തിൻ പരിമള പൂവനിൽ പനിമലരായി വന്നൊരു പുണ്യാത്മാ പനിമലരായി വന്നൊരു പുണ്യാത്മാ മാമലമേലുയരും നഗരം നീ മോഹനമാം നിർമ്മലദീപം നീ മാമലമേലുയരും നഗരം നീ മോഹനമാം നിർമ്മലദീപം നീ ധരയിന്മേൽ മർത്തിനു മാതൃക നീ വിനയമൊഴി വന്ദനമരുളുന്നു ധരയിന്മേൽ മർത്തിനു മാതൃക നീ വിനയമൊഴി വന്ദനമരുളുന്നു. നമുക്കെല്ലാവർക്കും ഏറ്റുചൊല്ലാം. ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസേ, ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസേ, ക്രിസ്തുവിന്റെ ധീരപടയാളിയും ക്രിസ്തുവിന്റെ ധീരപടയാളിയും വിശ്വാസികൾക്ക് മാതൃകയുമായ അങ്ങേ ഞങ്ങൾ വണങ്ങുന്നു. അങ്ങേ മധ്യസ്ഥത മൂലം അനർത്ഥങ്ങളും നഷ്ടങ്ങളും രോഗവും ദുഃഖവും അകന്നു പോകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നഷ്ടപ്പെട്ടവ വീണ്ടെടുക്കുന്നതിനും ദുഃഖിതർക്കും പീഡിതർക്കും ആശ്വാസവും പാപികൾക്ക് മാനസാന്തരവും നൽകുന്നതിനും കഴിവുള്ള അങ്ങയുടെ മധ്യസ്ഥതയുടെ ശക്തിയിൽ ഞങ്ങൾ ദൃഢമായി വിശ്വസിക്കുന്നു. ക്രിസ്തുവിന്റെ സ്നേഹിതനായ വിശുദ്ധ ഗീവർഗീസേ, അങ്ങ് ഞങ്ങൾക്ക് എന്നും മാതൃകയും അഭയവും മധ്യസ്ഥനും ഉപകാരിയുമായിരിക്കണമേ. ഞങ്ങളുടെ ആത്മീയവും ലൗകികവുമായ എല്ലാ ആവശ്യങ്ങളും പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങൾ പ്രത്യാശപൂർവ്വം വീക്ഷിക്കുന്ന നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം. ഈ നന്മകളും പിതാവായ ദൈവത്തിന്റെ പക്കൽ നിന്നും ഞങ്ങൾക്ക് നേടിത്തരണമേ. വിശുദ്ധ ഗീവർഗീസേ, നന്ദിയോടുകൂടി അങ്ങേ അപദാനങ്ങളെ ഞങ്ങൾ പ്രകീർത്തിക്കും. അങ്ങയുടെ മാതൃകയനുസരിച്ച് ഞങ്ങളെയും ഞങ്ങൾക്കുള്ള എല്ലാറ്റിനെയും ഞങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുന്നു. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാതെ വിശുദ്ധ ഗീവർഗീസേ, സകല ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാനും ജീവിതക്ലേശങ്ങളെ സമചിത്തതയോടും ദൈവഹിതമെന്ന ബോധ്യത്തോടും കൂടി നേരിടുവാനും പാപത്തിൽപ്പെടാതെ നല്ല ജീവിതം നയിക്കുവാനും ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ. പ്രലോഭനങ്ങൾ ഞങ്ങളെ അലട്ടുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക്
ശക്തമായ കോട്ടയായിരിക്കണമേ. എളിമയുടെയും ക്ഷമയുടെയും സ്നേഹത്തിന്റെയും ചൈതന്യം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഞങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതിനും അങ്ങനെ സഹോദര സ്നേഹം പ്രാവർത്തികമാക്കുന്നതിനും ഞങ്ങൾക്കിടയാക്കണമേ. ആമേൻ. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. അങ്ങു തന്ന ദാനത്തിനായി നന്ദിയേകിടാം, അങ്ങു തന്ന സ്നേഹത്തിനായി നന്ദിയേകിടാം. നന്മരൂപനേ നല്ല ദൈവമേ, നന്മരൂപനേ നല്ല ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. കാരുണ്യവാനും അനുഗ്രഹസമ്പന്നനുമായ ദൈവമേ, ഞങ്ങളെ മുഴുവനായി ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മേൽ അങ്ങ് വർഷിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. വിശുദ്ധ ഗീവർഗീസിനെ ഞങ്ങൾക്ക് മാതൃകയും മധ്യസ്ഥനമായി നൽകിയ കർത്താവേ, വിശുദ്ധന മാധ്യസ്ഥം തേടുന്ന ഞങ്ങളെ ആത്മീകവും ശാരീരികമായ എല്ലാ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും അങ്ങയുടെ അനുഗ്രഹദാനങ്ങൾ നിറയ്ക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ആഘോഷമായിട്ടുള്ള തിരുനാൾ പാട്ട് കുർബാന ആരംഭിക്കുകയാണ്. ഇന്ന് ക്രിസ്തു കുർബാന അർപ്പിക്കുന്നത് പാലാരൂപതയിൽ നിന്നുള്ള ഫാദർ ജെയിംസ് വെണ്ണായപ്പള്ളി, പാല കമ്മ്യൂണിക്കേഷൻസിൻ്റെ ഡയറക്ടറാണ് അദ്ദേഹം. ഒരു അനുഗ്രഹീത ഗായകനും സംഘാടകനുമാണ് ഫാദർ ജെയിംസ്. അച്ഛനെ ഏറ്റവും സ്നേഹപൂർവ്വം ഇടവക സമൂഹത്തിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തിരുനാൾ സന്ദേശം നൽകുന്നത് റവറൻഡ് ഡോക്ടർ പോൾ തേലക്കാട്ട്. അദ്ദേഹം ദീർഘകാലമായ സത്യദീപത്തിന് എഡിറ്ററാണ്. സീറോ മലബാർ സഭയുടെ വക്താവായിട്ട് അദ്ദേഹം വർഷങ്ങളായി പ്രവർത്തിക്കുന്നു. നല്ലൊരു എഴുത്തുകാരനും പ്രഭാഷകനുമാണ് അച്ഛൻ. അച്ഛനെയും ഏറ്റവും സ്നേഹപൂർവ്വം ഈ തിരുനാൾ ആഘോഷത്തിൽ ക്ഷണിക്കുന്നു. ഇടവക സമൂഹത്തിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഭക്തിപൂർവം ഈ തിരുവേലിയിൽ പങ്കുചേർന്നുകൊണ്ട് മുത്തപ്പൻ്റെ അനുഗ്രഹം തേടാം.
അനുതാപമോടിതാ അണയുന്നു ഞങ്ങൾ അനശ്വരത്തിരുബലിക്കായി സവിധേ. അനുതാപമോടിതാ അണയുന്നു ഞങ്ങൾ അനശ്വരത്തിരുബലിക്കായി സവിധേ. അനുപമ സ്നേഹത്തിൻ യാഗാർപ്പണം അകതാരിൽ കുളിർമഴ പെയ്യുകയാ. അനുതാപമോടിതാ അണയുന്നു ഞങ്ങൾ അനശ്വരത്തിരുബലിക്കായി സവിധേ. സ്നേഹനാഥാ നിന്റെ മഹത്വത്തിനായിതാ സ്തുതിഗീതം പാടും നീ ബലിവേദിയിൽ. സ്നേഹനാഥാ നിന്റെ മഹത്വത്തിനായിതാ സ്തുതിഗീതം പാടും നീ ബലിവേദിയിൽ. നിത്യവുമീ തിരു സന്നിധാനത്തിൽ ആത്മാർപ്പണം ചെയ്യാൻ ഒരുങ്ങിടുന്നു. പാവന ബലിവേദി, ജീവിത ബലിവേദി, ആരാധകരിവരണയും മുതമൊടുവാനവരും ചേരും. അനുതാപമോടിതാ അണയുന്നു ഞങ്ങൾ അനശ്വരത്തിരുബലിക്കായി സവിധേ. അനുപമ സ്നേഹത്തിൻ യാഗാർപ്പണം അകതാരിൽ കുളിർമഴ പെയ്യുകയാ. കാരുണ്യനാഥ കാൽവരി മലയിൽ ഞങ്ങൾക്കായി അവിടുന്ന് ബലിവസ്തുവാ. കാരുണ്യനാഥ കാൽവരി മലയിൽ ഞങ്ങൾക്കായി അവിടുന്ന് ബലിവസ്തുവാ. പാവനമാകുമാ ഓർമ്മയിൽ അന്യോന്യം അനുരഞ്ജനത്തിൻ്റെ സമയമിതാ. പാവന ബലിവേദി, ജീവിത ബലിവേദി, ആരാധകരിവരണയും മുതമൊടുവാനവരും ചേരും. അനുതാപമോടിതാ അണയുന്നു ഞങ്ങൾ അനശ്വരത്തിരുബലിക്കായി സവിധേ. അനുതാപമോടിതാ അണയുന്നു ഞങ്ങൾ അനശ്വരത്തിരുബലിക്കായി സവിധേ. അനുപമ സ്നേഹത്തിൻ യാഗാർപ്പണം അകതാരിൽ കുളിർമഴ പെയ്യുകയാ. അനുതാപമോടിതാ അണയുന്നു ഞങ്ങൾ അനശ്വരത്തിരുബലിക്കായി സവിധേ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ മുതലക്കുടംപള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാളിൽ സംബന്ധിക്കുന്ന ഏവർക്കും തിരുനാൾ ആശംസകൾ നേരുന്നു. വിശുദ്ധ ഗീവർഗീസ് സഹദാ വഴി ദൈവം സമൃദ്ധമായ അനുഗ്രഹങ്ങൾ നമുക്ക് ഏവർക്കും ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഭക്തിപൂർവം സജീവമായിട്ട് ഈ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാം.
പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാ ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുമ്പാകെ അടച്ചിടാം. അമ്മാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാ ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാ താതാ നിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. വാനവമാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പു സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. ീടണമേ നിൻ ഹിതമിവിടെ ഭവിക്കണമേ.
സ്വർഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാ ആഹാരം ഞങ്ങൾക്കിന്നരുളിടണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. പോലാത്മജനും റൂഹായ്ക്കും സ്തുതിയെന്നേക്കും ആദിമുതൽക്കെന്നതുപോലെ ആമേനാമേനവരതം. സ്വർഗസ്ഥിതനാം താതാ നിൻ സ്തുതി തന്നെ സ്തുലമഹിമാവാ. ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്ന ഞങ്ങളെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന പരിഹാര രഹസ്യങ്ങൾ ഞങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകൾ എന്നും ഞാൻ. സകലേശാനിൻ തിരുനാമം വാഴ്ത്തിടും ഞാൻ അനവരതം.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദി മുതൽ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്രഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാ, ഹല്ലേലൂയാ ഗീതികളാ, ധന്യൻ ഗീവർഗീസിന്റെ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. കരവിരുന്നല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാ, ഹല്ലേലൂയാ ഗീതികളാ, ധന്യൻ ഗീവർഗീസിന്റെ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. പകലുകളോടവിരതമവിടുത്തി പുകഴുര ചെയ്യുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാ, ഹല്ലേലൂയാ ഗീതികളാ, ധന്യൻ ഗീവർഗീസിന്റെ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാ, ഹല്ലേലൂയാ ഗീതികളാ, ധന്യൻ ഗീവർഗീസിന്റെ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാ, ഹല്ലേലൂയാ ഗീതികളാ, ധന്യൻ ഗീവർഗീസിന്റെ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം ഗുരുവാശ്രവദിക്കണമേ. അധ്യായം 12 വാക്യങ്ങൾ 1 മുതൽ. എനിക്ക് ആത്മപ്രശംസ ചെയ്യാൻ പലതുമുണ്ട്, അതുകൊണ്ട് ഒരു നേട്ടവുമില്ലെന്ന് എനിക്കറിയാം. എങ്കിലും കർത്താവിൻ്റെ ദർശനങ്ങളിലേക്കും വെളിപ്പാടുകളിലേക്കും ഞാൻ കടക്കട്ടെ. 14 വർഷം മുമ്പ് 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ എനിക്കറിയാം. ശരീരത്തോടു കൂടെയോ
ശരീരം കൂടാതെയോ എന്നെനിക്കറിയില്ല. അത് ദൈവത്തിനെ അറിയൂ. ഈ മനുഷ്യൻ പർദീസയിലേക്ക് ഉയർത്തപ്പെട്ടു എന്ന് എനിക്കറിയാം. ശരീരത്തോടു കൂടെയോ ശരീരം കൂടാതെയോ എന്നെനിക്കറിവില്ല. അത് ദൈവത്തിനെ അറിയൂ. അവാച്യവും മനുഷ്യന് വിവരിച്ചുകൂടാത്തതുമായ കാര്യങ്ങൾ അവൻ കേട്ടു. ഈ മനുഷ്യനെക്കുറിച്ച് ഞാൻ അഭിമാനം കൊള്ളും. എന്നെക്കുറിച്ച് സ്വന്തം ബലഹീനതകളില്ലാതെ ഞാൻ അഭിമാനം കൊള്ളുകയില്ല. ആത്മപ്രശംസയ്ക്ക് ഇച്ഛിക്കുന്നെങ്കിൽ തന്നെ ഞാൻ ഒരു ഭോഷനാവുകയില്ല. എന്തെന്നാൽ സത്യമായിരിക്കും ഞാൻ സംസാരിക്കുക. എന്നിൽ കാണുകയും എന്നിൽ നിന്ന് കേൾക്കുകയും ചെയ്യുന്നതിൽ അധികമായി ആരും എന്നെപ്പറ്റി വിചാരിക്കേണ്ടതിന് ഞാൻ ആത്മപ്രശംസ ഒഴിവാക്കുന്നു. വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ള് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതായത് എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാചിന്റെ ദൂതൻ. അത് എന്നെ വിട്ടകലാൻ വേണ്ടി 3 പ്രാവശ്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. എന്നാൽ അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. 10-ാം അധ്യായം 37 മുതലുള്ള വാക്യങ്ങൾ. എന്നേക്കാൾ അധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം പുത്രനെയോ പുത്രിയെ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല. സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും
നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു. ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഇന്ന് തിരുനാൾ സന്ദേശം നൽകുന്നത് സീറോ മലബാർ സഭയുടെ വക്താവും നല്ലൊരു എഴുത്തുകാരനും പ്രഗത്ഭനായ വാഗ്മിയുമായ റവറൻഡ് ഡോക്ടർ പോൾ തേലക്കാട്ടാണ്. അദ്ദേഹം ദീർഘകാലമായിട്ട് സത്യദീപം വാരികയുടെ എഡിറ്ററുമാണ്. അച്ഛനേറ്റ സ്നേഹപൂർവ്വം സന്ദേശം നൽകുന്നതിനായി ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട വികാരി അച്ഛ, പ്രിയ ജെയിംസ് അച്ഛ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, മുതലക്കോടം ഫൊറോന പള്ളിയുടെ മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിൻ്റെ തിരുനാൾ ആചരിക്കുകയാണ്. നിങ്ങളുടെ ഇടവകയുടെ വികാരി അച്ഛൻ്റെയും തിരുനാളാണ്. ഇവിടെ ഇരിക്കുന്നവരിൽ പലരും ജോർജുമാരുണ്ടാകും. ഈ ഇടവകയ്ക്കും ഇടവയിലെ വികാരി അച്ഛനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും, പ്രത്യേകമായി എല്ലാ ജോർജുമാർക്കും ഈ തിരുനാളിൻ്റെ ഏറ്റവും സ്നേഹപൂർവമായ ആശംസകളും ദൈവാനുഗ്രഹങ്ങളും ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ഗീവർഗീസ് ചരിത്രത്തിൻ്റെ ഏടുകളിൽ വളരെയേറെ വ്യാഖ്യാനിക്കപ്പെടുകയും അദ്ദേഹത്തിൻ്റെ മരണത്തിനു മുമ്പുള്ള ചരിത്രം തികച്ചും തേഞ്ഞുമാഞ്ഞു പോവുകയും മരണത്തിന് ശേഷമുള്ള ചരിത്രം പ്രോജ്വലമായി വളരുകയും ചെയ്യുന്ന ഒരു വിശേഷപ്പെട്ട വ്യക്തിയാണ്. വളരെ അസ്വാഭാവികനായ വ്യക്തിയാണ്. സഭയിൽ ഒരു കാലത്ത് അദ്ദേഹം ജീവിച്ചിരുന്നു എന്നുവരെ സംശയിച്ച ആളുകളുണ്ടായിരുന്നു. നിങ്ങൾക്കാർക്കും അങ്ങനെ ഒരു സംശയം ഉണ്ടാകില്ല എന്നാണ് ഞാൻ കരുതുന്നത്. എന്നാൽ ജോർജിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു നോക്കിയാൽ അദ്ദേഹം ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ, റോമാക്കാർ സാമ്രാജ്യത്തിൻ്റെ അധിപനായ ചക്രവർത്തിയുടെ ഒരു പട്ടാള ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവും ചക്രവർത്തിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനായിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ അമ്മയും ആഢ്യമായ ഒരു കുടുംബ പശ്ചാത്തലമുണ്ടായ സ്ത്രീയായിരുന്നും ഉള്ളതല്ലാതെ മറ്റൊരു കാര്യവും നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ ഒരു പ്രത്യേകത. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ആ ജീവിതത്തിന് 3 ഘട്ടങ്ങൾ ചരിത്രത്തിലുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ പശ്ചാത്തലമായ ചരിത്രം. ആ ചരിത്രത്തിൻ്റെ പേരിലല്ല ഇന്ന് നമ്മളെല്ലാവരും തന്നെ അദ്ദേഹത്തെ മനസ്സിലാക്കുന്നത്. നിങ്ങളിവിടെ ഇരിക്കുന്ന വിശുദ്ധമായ രൂപം ഞാൻ ശ്രദ്ധിച്ചു. അതിൻ്റെ പിറകിലൊരു പാമ്പും ഒരു വേതാളത്തോടുള്ള യുദ്ധം വെട്ടലും അതിൻ്റെ മേലൊരു സ്ത്രീയും ഒക്കെ ആയിട്ടുള്ള പട്ടാളക്കാരൻ്റെ വേഷത്തിൽ നിൽക്കുന്ന ഒരു ദുർബോധത്തെ ഇല്ലായ്മ ചെയ്യുന്ന, ഒരു വ്യാളത്തെ നശിപ്പിക്കുന്ന ഒരു യോദ്ധാവായിട്ടാണ് ഞാനും നിങ്ങളും അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹം ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ വീടുകളിലും വിശുദ്ധ ഗീവർഗീസിൻ്റെ ചിത്രമുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രവുമായി യാതൊരു ബന്ധവുമില്ലാത്ത അദ്ദേഹത്തിൻ്റെ വേഷവിധാനങ്ങളാണ്. ആ വേഷവിധാനങ്ങൾ തന്നെ അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിനുണ്ടായ ചരിത്ര പരിണാമങ്ങളുടെ
സ്ഥിതിഗതികളെ വിശദീകരിക്കുന്നതുമാണ്. അദ്ദേഹം യൂറോപ്പിലും നമ്മുടെ നാടുകളിലുമൊക്കെ അറിയാൻ തുടങ്ങിയത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ചരിത്രത്തിൻ്റെ രേഖകളിൽ നിന്നുള്ള അറിവല്ലായിരുന്നു. അത് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ 11-ാം നൂറ്റാണ്ടിൽ കുരിശുയുദ്ധം നടത്തിയപ്പോൾ കുരിശുയുദ്ധവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധിയും യൂറോപ്പിലും എല്ലാ നാടുകളിലും പ്രചരിക്കാനിടയായത്. കുരിശുയുദ്ധക്കാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അവരുടെ വലിയൊരു മാതൃകയും ഒരു പ്രതിഭയും വലിയ ഒരു നക്ഷത്രവുമായി, വലിയ സ്റ്റാറായിട്ട്, വലിയ പ്രതിഭയായിട്ട്, തങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിനൊരു മാതൃകയായിട്ട് പ്രതിഷ്ഠിച്ചതാണ് വിശുദ്ധ ഗീവർഗീസ്. അദ്ദേഹത്തിന് നിങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന രൂപത്തെ ശ്രദ്ധിച്ചാൽ എനിക്ക് മനസ്സിലാകുന്നത് ആ രൂപം ചിത്രം ചെയ്തിരിക്കുന്നവർ അദ്ദേഹത്തിൻ്റെ ആ വിശുദ്ധൻ്റെ ആ വസ്ത്രങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ മധ്യകാലത്തിൽ കുരിശുയുദ്ധത്തിന് പോയ ഒരു മാടമ്പിയുടെ ചിത്രമാണത്. അതും ചരിത്രവുമായി യാതൊരു ബന്ധവുമില്ല. മാടമ്പിയായിട്ട് അദ്ദേഹം ചിത്രീകരിക്കാൻ, കുരിശുയുദ്ധത്തിന് പോയ വലിയ യോദ്ധാവായിട്ട് ചിത്രീകരിക്കാൻ കാരണം കുരിശുയുദ്ധക്കാർ അദ്ദേഹത്തെ കണ്ടതും അദ്ദേഹത്തെ വ്യാഖ്യാനിച്ചതും യുദ്ധത്തിൻ്റെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഞങ്ങളുടെ ഒരു പോരാളിയും ഞങ്ങളുടെ വലിയ താരവുമായിട്ടാണ്. അങ്ങനെ ഒരു താരമായി പ്രതിഷ്ഠിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹവുമായി സംബന്ധിച്ച് വ്യാളത്തിൻ്റെ കഥയും അവർ ഉണ്ടാക്കി പ്രചരിപ്പിച്ചതാണ്. നിങ്ങൾക്ക് ചരിത്രവുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ്. അദ്ദേഹം ഒരു ചരിത്രത്തിലെ അല്ലെങ്കിൽ ലിബിയയിലെ ഒരു വ്യാളത്തോട് യുദ്ധം വെട്ടി ഒരു പെൺകുട്ടിയെ, രാജകുമാരിയെ രക്ഷിച്ചുവെന്നും ആ വ്യാളത്തെ തോൽപ്പിക്കുന്നതുമായ ചിത്രങ്ങളെല്ലാം തന്നെ കുരിശുയുദ്ധക്കാർ പ്രചരിപ്പിച്ചതും അവർക്ക് പ്രചരിപ്പിക്കേണ്ടതുമെന്നതുമായ ചരിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി ചരിത്രവുമായി ബന്ധപ്പെട്ട് അവർ കൽപ്പിച്ചുണ്ടാക്കിയ, ബോധപൂർവം കൽപ്പിച്ചുണ്ടാക്കിയ ഒരു ചിത്രത്തിൻ്റെ, ഒരു കഥയുടെ, ആ കഥയുടെ പറയുള്ള ചരിത്രത്തിൻ്റെ മൂർത്തമായ കഥകളും ഐതിഹ്യങ്ങളുമാണ്. അദ്ദേഹത്തെ മൂന്നാമതൊരു ചരിത്ര ഭാഗവുമുണ്ട് അദ്ദേഹത്തിന്. നിങ്ങൾ പലരും നിങ്ങളുടെ വീടുകളിലിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചിത്രം കണ്ടാൽ ആ ചിത്രത്തിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളൊന്നും നിങ്ങളുടെ ഈ വിശുദ്ധ രൂപത്തിലുള്ളതല്ല. ഒരു വളരെയേറെ ഇടുങ്ങിയ പട്ടാളക്കാരൻ്റെ വ്യത്യസ്തമായ ഒരു ലോഹത്തകിട് കൊണ്ടുണ്ടാക്കിയ ശരീരത്തിലെ ആഭരണങ്ങൾ പോലെ പടച്ചട്ടയും അരിച്ച് കുതിരപ്പുറത്തിരിക്കുന്ന മനുഷ്യൻ്റെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അത് 13-ാം നൂറ്റാണ്ടിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ മധ്യസ്ഥനായി അവരോധിതനായിരുന്നു. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടൻ്റെ മധ്യസ്ഥനായി അവരോധിക്കപ്പെട്ടവനാണ് വിശുദ്ധ ജോർജ് എന്ന്. ഈ യുദ്ധത്തിൽ, സാമ്രാജ്യത്തിൻ്റെ യുദ്ധത്തിൽ, ബ്രിട്ടീഷുകാരുടെ യുദ്ധത്തിൽ, പ്രത്യേകിച്ചും റിച്ചാർഡ് രണ്ടാമൻ എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് രാജാവ്, അദ്ദേഹത്തിൻ്റെ പട്ടാളക്കാർക്ക് അദ്ദേഹം പോയി സ്കോട്ട്ലൻഡുമായി യുദ്ധം ചെയ്യാൻ പോയപ്പോൾ ഉണ്ടാക്കി കൊടുത്ത വസ്ത്രത്തിൻ്റെ അതേ രൂപമാണ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട വീടുകളിലിരിക്കുന്ന വിശുദ്ധ ഗീവർഗീസിൻ്റെ പടച്ചട്ടയും യോദ്ധാക്കളുടെ തൊപ്പിയും എല്ലാ സാധനങ്ങളും. ഞാനിത് പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ വിശുദ്ധ ഗീവർഗീസിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ മധ്യശതകത്തിലെ കുരിശുയുദ്ധത്തിൻ്റെ ചരിത്രവും അതിനുശേഷം ബ്രിട്ടീഷുകാരുടെ യുദ്ധചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. ഈ ബ്രിട്ടീഷുകാരുടെ യുദ്ധചരിത്രവുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണ് 11-ാം നൂറ്റാണ്ടിൽ തന്നെ ബ്രിട്ടനിൽ നിങ്ങൾക്കെല്ലാം അറിയാം ഒരു മിത്രാന്മാരുടെ സിനഡാണ് ഏപ്രിൽ 21-ാം തീയതി അവരുടെ ഒഴിവ് ദിവസമായി പ്രഖ്യാപിച്ചത് ബ്രിട്ടനിലെല്ലാം. അതിനുശേഷം 17, 18 നൂറ്റാണ്ടുകളിൽ ബ്രിട്ടൻ്റെ സാമ്രാജ്യത്തിലുടനീളം അത് ഒഴിവ് ദിവസം മാത്രമല്ലായിരുന്നു, കടപ്പെട്ട ദിവസവുമായിരുന്നു. അങ്ങനെ ചരിത്രത്തിൻ്റെ ഏത് ഘടകങ്ങളിലൂടെ പരിശോധിച്ചാൽ വ്യത്യസ്തമായ ജീവിതത്തിൻ്റെ ചരിത്രത്തിലൂടെ വ്യത്യസ്തമായി പ്രചരിപ്പിക്കപ്പെടുകയും വ്യത്യസ്തമായ ആഭരണങ്ങൾ, ആടകൾ അണിഞ്ഞുകൊണ്ട് ഭിന്നമായ സാഹചര്യങ്ങളിൽ എല്ലായിടത്തും യുദ്ധത്തിൻ്റെ പ്രതിനിധിയായിട്ട് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധനാണ് വിശുദ്ധ ഗീവർഗീസ്. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ്റെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ എന്താണ് നമ്മൾ കാണുന്നത്? ഒരു ഒന്നാന്തരം പട്ടാളക്കാരനായിരുന്നു അദ്ദേഹം. ചരിത്രത്തിൽ അദ്ദേഹം ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ 3-ാം നൂറ്റാണ്ടിൽ സോമരാജ സാമ്രാജ്യത്തെ ഭരിച്ച ചക്രവർത്തിയുടെ ഒരു പട്ടാള ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്, എൗസേബിയസിൻ്റെ 3-ാം 4-ാം 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച് സഭയുടെ ചരിത്രം എഴുതിയ എൗസേബിയസ് ഒരു പട്ടാളക്കാരൻ ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാനുള്ള തീട്ടൂരം
വലിച്ചു കീറിയ സന്ദർഭം പറയുന്നുണ്ട്. ആരാണതെന്ന് ആ യൂസേബിയസ് ചരിത്രകാരൻ ഒരിടത്തും പറയുന്നില്ല. നിങ്ങൾക്കറിയാം, റോമ സാമ്രാജ്യത്തിൻ്റെ പതനത്തെക്കുറിച്ചും ഉയർച്ചയെക്കുറിച്ചുമുള്ള ഗിബൺസിൻ്റെ ദ റൈസ് ആൻഡ് ദ ഫോൾ ഓഫ് ദ റോമൻ എംപയർ എന്ന ചരിത്ര ഗ്രന്ഥത്തിലും നിങ്ങൾ ഗീവർഗീസിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ, ദീർഘമായ പരാമർശങ്ങൾ കാണും. ഇങ്ങനെ ചരിത്രത്തിലുടനീളം ക്രൈസ്തവ ചരിത്രത്തിൽ, അത് പടിഞ്ഞാറിൻ്റെ ചരിത്രത്തിലായാലും കിഴക്കിൻ്റെ ചരിത്രത്തിലായാലും അതീവമായി ഗ്രസിച്ചു നിന്ന വലിയ തേജോമതമായ താരമായിരുന്നു വിശുദ്ധ ഗീവർഗീസ്. ആ ഗീവർഗീസിനെ എത്രമാത്രം വാഴ്ത്തിപ്പുകഴ്ത്താനും ഇത്രമാത്രം കെട്ടുകഥകൾ സൃഷ്ടിച്ചുണ്ടാക്കാനും പ്രേരകമായത് എന്തെന്ന് ചോദിച്ചാൽ, ധീരമായ ഒരു പട്ടാളക്കാരൻ്റെ ജീവിതത്തിന് നിഷ്ഠയുടെയും ജീവിതത്തിൻ്റെ വ്രതത്തിൻ്റെയും പ്രത്യേകതയാണ്. അദ്ദേഹം ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ പട്ടാളക്കാരനായിരുന്നു. അദ്ദേഹം ഡയക്ലീഷ്യൻ ചക്രവർത്തി ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാനുള്ള തീട്ടൂരമടക്കിക്കൊണ്ട് എല്ലാവരും ക്രിസ്ത്യാനികളെയും അറസ്റ്റ് ചെയ്യണമെന്നും ക്രിസ്ത്യാനികളായിട്ടുള്ളവൾ രക്ഷപ്പെടണമെങ്കിൽ റോമൻ ദേവന്മാർക്ക് പൂജ അർപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ വ്യക്തമായി നിഷേധിക്കുകയും അതനുസരിക്കില്ല എന്ന് നിർബന്ധം പിടിക്കുകയും ചെയ്ത ഏകനായൊരു പട്ടാളക്കാരനായിരുന്നു വിശുദ്ധ ഗീവർഗീസ്. അതിൻ്റെ പേരിലാണ് അദ്ദേഹം പീഡിപ്പിക്കപ്പെട്ടത്, അതിൻ്റെ പേരിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് എന്നറിയാം. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ സകല സമ്പത്തും അദ്ദേഹം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തതായും ചരിത്രത്തിൽ നാം വായിക്കുന്നത്. ആ മനുഷ്യൻ തൻ്റെ ആത്മാവിനെ കാത്തുസൂക്ഷിക്കാൻ വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി ആരോടും ധിക്കരിക്കാനും ആരെയും അനുസരിക്കാതിരിക്കാനും വേണ്ടി ധീരമായി പുറപ്പെട്ട ആ മനുഷ്യനെയാണ് കുരിശുയുദ്ധക്കാർ തങ്ങളുടെ നേതാവായി പ്രതിഷ്ഠിച്ചത്. കുരിശുയുദ്ധക്കാർ ഉണ്ടാക്കിയ കെട്ടുകഥയുടെ അടിയിലും വ്യക്തമായ സൂചനകൾ ചരിത്രത്തിലുണ്ട്. നിങ്ങൾ ഓർക്കുക, ആ കെട്ടുകഥയെ ലിബിയയിൽ സംഭവിച്ചു എന്ന് പറയുന്ന കെട്ടുകഥയാണ്. എന്താ, ഒരു വ്യാളം എല്ലാ ദിവസവും ഒരു മനുഷ്യനെ തിന്നണമെന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ ഓരോരുത്തരും ഊഴമനുസരിച്ച് ഓരോരുത്തരും വ്യാളത്തിൻ്റെ ഇരയായിത്തീരുകയും ചെയ്യുമ്പോൾ അന്ന് ആ ഊഴം വീണത് രാജകുമാരികൻ. ആ രാജകുമാരി ഈ വ്യാളത്തിൻ്റെ വിധിയിൽപ്പെട്ടുകൊണ്ട് അവർ ഭക്ഷിക്കപ്പെടാൻ, കൊല്ലപ്പെടുവാൻ പോകുമ്പോഴാണ് അവിടെ ഫ്രാൻസിസ് പ്രത്യക്ഷപ്പെടുന്നതും ആ പെൺകുട്ടിയെ രക്ഷിക്കുന്നതും ആ പെൺകുട്ടിയുടെ അരപ്പട്ട അഴിച്ചെടുത്ത് ഈ വ്യാളത്തെ കെട്ടി പെൺകുട്ടി രാജധാനിയിലേക്ക് ഈ വ്യാളത്തെ കൊണ്ടുപോകുന്നതും വ്യാളത്തെ അവിടെ വെച്ച് വിശുദ്ധനായ ജോർജ് കൊല്ലുന്നതുമാണ്. പ്രിയപ്പെട്ട, ആ കൊലയ്ക്ക് ശേഷം ലിബിയയിൽ എല്ലാവരും ക്രൈസ്തവരായി മാറിയെന്നാണ് ഈ കഥ പറയുന്നത്. ഇതൊരിക്കലും സംഭവിച്ച കഥയല്ല. ഈ കഥ നമ്മൾ മനസ്സിലാക്കേണ്ടത് തികച്ചും വ്യത്യസ്തമായ അർത്ഥത്തിലാണ്. ചരിത്രത്തിൽ ഞാനൊരു വികാരിയച്ഛനെ ഓർക്കുന്നുണ്ട്. വികാരിയച്ഛൻ ഇടവകയിൽ പലപ്പോഴും താൻ അമേരിക്കയിൽ പോയ കഥ പറയുമായിരുന്നു. അമേരിക്കയിൽ കണ്ട കുടുംബങ്ങളെക്കുറിച്ചും അവിടെ കണ്ട പ്രശ്നങ്ങളെക്കുറിച്ചും ആവർത്തിച്ച് പറയായിരുന്നു. ഈ വിചാരിച്ചുകൊണ്ട് അച്ഛൻ അമേരിക്കയിൽ പോയ കഥ അച്ഛൻ എപ്പോഴും പറയണത് കഥകളെല്ലാം തൻ്റെ ഇടവയിൽ നടക്കുന്ന കഥകളാണ്. അത് അമേരിക്കയുടെ വേഷം കെട്ടി അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. കാരണം സ്വന്തം ആളുകളോട് പറഞ്ഞാൽ, അങ്ങനെയുള്ള കഥകൾ പറഞ്ഞാൽ ആൾക്ക് ഇഷ്ടാവില്ല എന്ന് വിചാരിച്ച് അമേരിക്കയിൽ നടന്നു. ഇതുപോലൊരു കഥയാണ് ഈ വ്യാളത്തിൻ്റെ കഥ. ഈ വ്യാളം ആരാണെന്ന് ചരിത്രകാരന്മാർ പഠിച്ചിട്ടുണ്ട്. ഈ വ്യാളം വ്യക്തമായി എല്ലാവരും പറയുന്നു, സഭയെ പീഡിപ്പിക്കുകയും വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയും വിശ്വാസം അനുസരിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്ന ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ തന്നെ പ്രതീകമാണ് ഈ വ്യാളം എന്നാണ് ചരിത്രകാരന്മാരിൽ. വ്യാളത്തിൻ്റെ ആ രാജകുമാരി ആരെന്ന് ചോദിച്ചാൽ ഇത് ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ അമ്മയായിരുന്നു. അമ്മയുടെ പേര് അലക്സാണ്ട്ര എന്നാണ്. അലക്സാണ്ട്രയുടെ ജീവിതത്തിൻ്റെ പരിവർത്തനത്തെ കഥയും നിങ്ങൾ ചരിത്രത്തിൽ വായിക്കാം. അങ്ങനെ ഡയക്ലീഷ്യൻ ചക്രവർത്തിയെയും അയാളുടെ അയാളുടെ ഭാര്യയായ അലക്സാണ്ട്രയെ സംബന്ധിച്ച വളരെ വിചിത്രമായി കെട്ടിയുണ്ടാക്കിയ കഥയായിരുന്നു ഈ വ്യാളത്തിൻ്റെ കഥ. പ്രിയപ്പെട്ടവരെ, ഓർക്കേണ്ട കാര്യം, നനൂരി ജീവിതത്തിലെ സാധാരണമായ ജീവിതത്തിൻ്റെ കാര്യങ്ങളാണ് ഫ്രാൻസിസിൻ്റെ കഥയിലൂടെ നമ്മോട് പറയുന്നത്. ഒറ്റ കാര്യം നിങ്ങൾ ആലോചിക്കുക. ഫ്രാൻസിസിൻ്റെ ജീവിതത്തിൻ്റെ കഥയെടുത്താലും ഏത് കഥയെ ഉദ്ദേശിച്ചു ഒറ്റ കാര്യത്തിന് വേണ്ടി. അത് നിങ്ങൾ സുവിശേഷത്തിൽ ഇവിടുത്തെ അച്ഛൻ വായിച്ചു, നിങ്ങൾ എന്നേക്കാൾ അധികമായി മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്ന്. ഇവിടേക്ക് നിങ്ങൾ ആലോചിക്കുക. തനിക്ക് പ്രിയപ്പെട്ട പട്ടാള ഉദ്യോഗസ്ഥനായിരുന്നു ഡയക്ലീഷ്യൻ്റെ ജോർജ്. ആ ജോർജ് താൻ പറയുന്ന അനുസരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഡയക്ലീഷ്യൻ വല്ലാതെ വിഷമിച്ചു. പക്ഷേ രാജാവിനെ അനുസരിക്കാൻ ബാധ്യസ്ഥനായിരുന്ന പട്ടാള ഉദ്യോഗസ്ഥന്മാർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്കെല്ലാവർക്കും ഇവിടെ ചെറുപ്പക്കാരുണ്ട്. എല്ലാവരും നമ്മൾ പറയാം, എൻ്റെ ബോസിനെ കുറിച്ച് പറയാറുണ്ട്, എൻ്റെ മാനേജറെ കുറിച്ച് പറയാറുണ്ട്, ഡയറക്ടറെ കുറിച്ച് പറയാം, എൻ്റെ അധിപനെക്കുറിച്ച്, എൻ്റെ അധികാരിയെക്കുറിച്ചും പറയാറുണ്ട്. അധികാരിയെ അനുസരിക്കാതിരുന്നത് പുണ്യമായി മാറിയ ഒരു ജീവിതത്തിൻ്റെ മുഹൂർത്തമാണ് ജോർജിൻ്റേത്. നിങ്ങൾ ആരും മറക്കാതിരിക്കുക. അനുസരിക്കുക എന്ന് എല്ലാവരും മാതാപിതാക്കന്മാർ പറയുന്ന അനുസരിക്കണമെന്ന് പറയും, മാനേജർമാർ പറയുന്ന അനുസരിക്കണമെന്ന് പറയും, എൻ്റെ അധികാരികൾ പറയുന്ന അനുസരിക്കും നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഓർക്കുക, യേശു പഠിപ്പിച്ചുള്ള എന്നേക്കാൾ അധികമായി അപ്പനെയോ അമ്മയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികമായി ഡയക്ലീഷ്യൻ ചക്രവർത്തിയെ അനുസരിക്കാനോ സ്നേഹിക്കാനോ
ജോർജ് സന്നദ്ധനായില്ല എന്നതാണ് അദ്ദേഹത്തെ വിശുദ്ധനാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക. അനുസരണമല്ല, അനുസരണക്കേടാണ് പുണ്യമായത്, ധിക്കാരമാണ് പുണ്യമായത്. കാരണം ദൈവത്തെക്കാളധികമായി മാമോനെ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്ന് യേശു പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് മനസ്സിലാകുന്ന കാര്യമാണ്. ഞാനൊരു പെൺകുട്ടി, ഒരു ചെറുപ്പക്കാരുടെ കഥ വരും, നിങ്ങളുടെ നാട്ടിലൊന്നും ഉണ്ടായതല്ലായിരിക്കും. PhD പഠിക്കാൻ പോയ ഒരു പെൺകുട്ടി, നല്ല സാധാരണ കുടുംബത്തിൽ നിന്ന് അപ്പൻ്റെയും അമ്മയുടെയും ക്രൈസ്തവമായ നന്നായി ശിക്ഷണമൊന്നും മേടിച്ചുകൊണ്ട് PhDക്ക് രജിസ്റ്റർ ചെയ്ത പെൺകുട്ടി. ആ പെൺകുട്ടി PhDക്ക് ഒരു പ്രൊഫസറുടെ കൂടിയാണ് PhDയുടെ തീസിസ് എഴുതാനും പ്രബന്ധം എഴുതാനും കൂടിയത്. കുറേ കഴിഞ്ഞപ്പോൾ ഈ PhDക്ക് ഡയറക്ടറായിരുന്ന പ്രൊഫസർക്ക് ഈ പെൺകുട്ടിയോട് വലിയ താല്പര്യമായിരുന്നു. കുറേ കാലം കഴിഞ്ഞപ്പോൾ പെൺകുട്ടിക്ക് മനസ്സിലാകുന്ന താല്പര്യങ്ങൾക്ക് വഴിതെറ്റിയ താല്പര്യങ്ങളായി. അങ്ങനെ പ്രൊഫസറുടെ ഇംഗിതത്തിന് വഴിപ്പെട്ടാൽ എളുപ്പത്തിൽ ഡോക്ടറേറ്റ് കിട്ടുമെന്ന് പറയുകയും, പക്ഷേ അവൾ അതിന് വഴിപ്പെടാതെ ധിക്കരിച്ചുകൊണ്ട് തൻ്റെ പ്രൊഫസറെ അനുസരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ രാജിവെച്ചിറങ്ങിപ്പോകുന്ന പെൺകുട്ടിയുടെ കഥ ഞാൻ ഓർക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ ഓർക്കുക, ആ പ്രൊഫസർ പറഞ്ഞനുസരിച്ചാൽ നമുക്ക് വലിയ നേട്ടങ്ങളുണ്ടാകുമായിരുന്നു, വലിയ വിജയങ്ങളുണ്ടാകുമായിരുന്നു. പക്ഷേ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ശരീരത്തെയും കൊല്ലുന്നവർ നിങ്ങൾ ഭയപ്പെടേണ്ട, ശരീരത്തെയും ആത്മാവിനെയും കൊല്ലാൻ കഴിവുള്ളവരെ നിങ്ങൾ ഭയപ്പെടുവിൻ. അങ്ങനെ ശരീരത്തെയും എൻ്റെ ആത്മാവിനെയും കൊല്ലാൻ കഴിവുള്ളവർ നമ്മുടെ ചുറ്റുപാടിലുണ്ട്. അവർ ചിലപ്പോൾ പ്രൊഫസർമാരായിരിക്കാം, ചിലപ്പോൾ അധികാരികളായിരിക്കാം, മാനേജർമാരായിരിക്കാം, ഡയറക്ടർമാരായിരിക്കാം. അങ്ങനെയുള്ളവർ ആത്മാവിനെ വില പറയുന്ന സന്ദർഭങ്ങൾ ചെറുപ്പക്കാരുടെയും വലിയവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ജോർജിനെ ഓർക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ജോർജ് നമ്മെ പഠിപ്പിക്കുന്നത് ഒരു ധിക്കാരത്തിൻ്റെ കഥയാണ്. എന്തിനു വേണ്ടി? ദൈവത്തിന് വേണ്ടി ധിക്കരിക്കാൻ, ദൈവത്തിന് വേണ്ടി ആത്മാവിനെ വിൽക്കാതിരിക്കാൻ, ദൈവത്തിന് സമർപ്പിച്ച ആത്മാവിൻ്റെ ബലത്തിൽ പിടിച്ചു നിന്നുകൊണ്ട് നമുക്ക് ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ വഴിയിൽ ജീവിക്കാനായിട്ട് നമുക്ക് ചിലപ്പോൾ ധിക്കരിക്കേണ്ടി വരും, അനുസരിക്കാതിരിക്കേണ്ടി. ഈ അനുസരണക്കേടിൻ്റെ പുണ്യമാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ അനുസരണക്കേടുണ്ടാക്കിയാൽ ഫലം എന്താണ് നിങ്ങൾ ഓർക്കുക. അനുസരണക്കേടുണ്ടാക്കിയാൽ പരാജയമാണ് ഫലം. യേശുവിൻ്റെ കുരിശ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. പരാജയപ്പെട്ടവനാണ് ഈ ലോകത്തിൽ. അനുസരിക്കാത്തതുകൊണ്ട് റോമാക്കാർ പറഞ്ഞനുസരിക്കാതിരുന്നിട്ട്, യഹൂദ മതത്തിൻ്റെ ആചാര്യങ്ങൾ പറഞ്ഞതനുസരിക്കാതിരുന്നിട്ട് പരിപൂർണമായി ക്രൂശിക്കപ്പെടുകയും ലോകത്തിനു മുമ്പിൽ പരാജയപ്പെട്ട് നിലവിളിച്ചുകൊണ്ട് മരിക്കുകയും ചെയ്തവനാണ്. ഇതുപോലുള്ള വഴിയിലൂടെ ജയിക്കുമ്പോൾ ജോർജിനുണ്ടായ അനുഭവം വ്യത്യസ്തമല്ല. പരാജയപ്പെട്ടു, ലോകത്തിൽ പരാജയപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്, ഇന്ന് നമ്മുടെ ലോകത്തിലേക്ക് നോക്കിയാൽ എല്ലാവരും ജയിക്കാനാണ് ഇറങ്ങി നടക്കുന്നത്. എങ്ങനെയും ജയിക്കണം, എങ്ങനെയും കരപറ്റണം. കരപറ്റുക എന്നൊരു പ്രയോഗം, എങ്ങനെയും രക്ഷപ്പെടുക എന്നുള്ള പ്രയോഗമുണ്ട്. എന്തു വഴിയിലൂടെ ആയാലും എനിക്ക് ജയിക്കണമെന്ന് വാശി പൂണ്ട ചെറുപ്പക്കാരുടെയും പ്രായമുള്ളവരുടെയും ഒക്കെ ഗ്രഹനാഥന്മാരുടെയും ഗ്രഹനായികമാരുടെയും സമൂഹത്തിൻ്റെയും കഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ജയിക്കേണ്ടത് എങ്ങനെയാണ്? നിങ്ങൾക്കെല്ലാവർക്കും മഹാഭാരതത്തിൻ്റെ കഥ അറിയാം. മഹാഭാരത് ദുര്യോധനാണ് കൗരവന്മാരുടെ നേതാവ്. അയാൾ ജയിക്കാനായി ജയിച്ചവനാണ്. അവനെ തോൽപ്പിക്കാൻ, കാപട്യം നടത്താൻ തോൽപ്പിക്കാൻ പറ്റില്ലെന്ന് കരുതി ചൂതുകളിയുടെ ചാൽപട്യമാണ് എല്ലാവരും പ്രയോഗിക്കുന്നത്. ചൂതുകളിയുടെ വിദഗ്ധനായ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചൂതുകളിയുടെ ഏറ്റവും വലിയ വിദഗ്ധൻ ശകുനിയാണ്. മനസ്സിനെ മുഴുവൻ ചൂതുകളിയുടെ തട്ടമാക്കിക്കൊണ്ട് കളത്തിൽ കരുക്കള നീക്കി വെട്ടിപ്പിടിക്കുന്ന ഒരു യുദ്ധിയുടെ, ഒരു ബുദ്ധിയുടെ, ഒരു തന്ത്രത്തിൻ്റെ ലോകത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. അവരെ വെട്ടിപ്പിടിക്കാൻ ആരെനിക്കെതിരാകുന്നുവോ അവനെല്ലാവരെയും തോൽപ്പിച്ച് എങ്ങനെ ഈ ലോകത്തിൽ രക്ഷപ്പെടാനും എങ്ങനെയും വെട്ടിപ്പിടിച്ച് ജയം വിചാരിക്കാനുമാണ് നമ്മളെല്ലാവരും ശ്രമിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ജയത്തിൻ്റെ കഥയല്ല യേശുവിൻ്റെ കഥ, അങ്ങനെ ഒരു ജയത്തിൻ്റെ കഥയല്ല വിശുദ്ധ ജോർജിൻ്റെ കഥ. അവിടെയൊക്കെ നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്, അവിടെ വിജയിക്കാൻ പോകുന്നതല്ല, വിജയിക്കുകയല്ല, വിശ്വസ്തതയാണ്. മദർ തെരേസ പറഞ്ഞ പ്രസിദ്ധമായ വാചകമുണ്ട്, എനിക്ക് ജയിക്കാൻ ആഗ്രഹമില്ല, എനിക്ക് വിശ്വസ്തയാകാനാണ്. വിശ്വസ്തയാകാനാണ്, വിജയിക്കാനല്ല ഞാൻ ശ്രമിക്കുന്നത്. അങ്ങനെ വിജയിച്ചവനല്ല ജോർജ്, വിശ്വസ്തനായവനാ. ആ വിശ്വസ്തനാകുന്നവൻ എന്തിനു വേണ്ടിയാ? അവൻ തൻ്റെ ആത്മാവിനെ ചോദിച്ച് എല്ലാ വ്യാളങ്ങളുമായി ഏറ്റുമുട്ടുകയും എല്ലാ പ്രതിയോഗികളുമായി ഏറ്റുമുട്ടുകയും അവരോടാൽ ക്രൂശിക്കപ്പെടുകയും അവരാൽ പീഡിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തവരാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെന്ന് ആരും യുദ്ധം ചെയ്യുന്ന ലോകത്തിലല്ല. നമുക്കാർക്കും എതിരാളികൾ, കുരിശ് യുദ്ധത്തിലെ മുസ്ലിങ്ങൾ പോലെ എതിരാളികൾ നമുക്കില്ല. അത് ക്ലേകൃഷ്ണ ചക്രവർത്തിയുടെ കാലത്തുള്ള എതിരാളികൾ നമുക്കില്ല. പക്ഷേ യേശു പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ വീട്ടിലാണ്, നിങ്ങളുടെ കൂടെയുള്ളവരാണ്. അപ്പനാകും, മകനാകാം, അയൽക്കാരനാകാം, അധ്യാപകനാകാം, കൂടെ നിൽക്കുന്നവനാകാം.
വഴിതെറ്റാനായി മാടി വിളിക്കുന്നത് അന്യരല്ല പ്രിയപ്പെട്ടവരെ. വഴിതെറ്റുന്ന വഴിയിലൂടെ തിരിച്ചു മടങ്ങിപ്പോകാൻ നമ്മളെ മാടി വിളിക്കുന്ന യേശുവാണെങ്കിൽ, തെറ്റിക്കുന്ന വഴികളുടെ ആചാര്യന്മാരും സുഹൃത്തുക്കളും അപ്പന്മാരും അമ്മമാരും സഹോദരന്മാരും നമ്മുടെ ഇടയിൽ ഉണ്ടായിപ്പോകാം. അവിടെയെല്ലാം കാത്തു നിൽക്കേണ്ട ഒരു വിശുദ്ധമായ വഴിയുണ്ട്. അതാണ് ആവർത്തിച്ചു പറയുന്നത്. വിജയിക്കാനല്ല, വിശ്വസ്തമാകാനാണ് ഞാനും നിങ്ങൾ വിളിക്കപ്പെട്ടത്. അതുകൊണ്ട് ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? ആത്മാവിനെ വിലയ്ക്ക് വാങ്ങുന്നവരെ സൂക്ഷിക്കുക. ഇതാണ് ഏറ്റവും പ്രധാനം. ആത്മാവിന് വിലയിടുന്നവരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അത് ചെറിയ ചെറിയ നീക്കുപോക്കുകളാകാം. അത് ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ കാര്യങ്ങളിൽ എത്തിച്ചേരുന്ന ദുരന്തങ്ങളാകാം. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഈ വിശുദ്ധൻ്റെ തിരുനാൾ ആചരിക്കുമ്പോൾ വ്യാളത്തെ നമ്മൾ കണ്ടുവിട്ടില്ല. വ്യാളത്തിൻ്റെ പ്രേതങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ ആത്മാവിൻ്റെ വില ചോദിക്കുന്നവർ, ആത്മാവിന് പകരം ഒന്നും കൊടുക്കാനില്ല എന്ന് തിരിച്ചറിയണം. അവിടെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കെല്ലാവർക്കും അറിയാം, പണ്ട് ഓർവെൽ പറഞ്ഞൊരു കഥയുണ്ട്. ഭിന്നമായി ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് സാമ്രാജ്യത്തിലെ അധീപനായ ബിഗ് ബ്രദർ വലിയേട്ടൻ ഇടപെട്ടത്. അവനെ ഭിന്നമായി ചിന്തിക്കാൻ തുടങ്ങിയവനെ പിടികൂടിയിട്ട് അവനെ ലോക്കപ്പിലിട്ട് മർദ്ദിച്ചിട്ട് ആശുപത്രിയിൽ കൊണ്ട് ചികിത്സിക്കാൻ തുടങ്ങിയ ഭ്രാന്താണെന്ന് പറഞ്ഞ് അവനോട് ചോദിക്കുക. അവൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് 2 കൈകളും നീട്ടിക്കൊണ്ട് ചോദിച്ചു, 4 4 എത്രയാണെന്ന് ചോദിച്ചു. ചികിത്സയുടെ കട്ടിലിൽ കിടക്കുന്നവൻ, കയ്യിൽ സൂചിയും കുത്തി കിടക്കുന്നവൻ പറഞ്ഞു 4 4 8ആണെന്ന്. അപ്പോൾ ഈ ബിഗ് ബ്രദർ വലിയേട്ടൻ അവനോട് പറയുകയാണ്, പാർട്ടിയുടെ ബിഗ് ബ്രദർ അവനോട് പറയുകയാണ്, വളരെ നല്ലത്, നിനക്ക് കണക്ക് നന്നായിട്ട് അറിയാമല്ലോ, പക്ഷേ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, 4 4 9 എന്ന് പാർട്ടി പറഞ്ഞാൽ എത്രയാണ് 4 4? അപ്പോൾ അവൻ പറഞ്ഞു 8 എന്ന്. അത് പറഞ്ഞപ്പോൾ അവൻ്റെ ശരീരത്തിലെ സിരകളിലേക്ക് വിഷം കുത്തിവെക്കുന്നത്, കുത്തിവെച്ച വിഷത്തിൻ്റെ വേദനയായി അവൻ പ്രാണവേദനയോടെ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, നിർത്ത്, 4 4 9 പ്രിയപ്പെട്ടവരെ, 4 4 9 പാർട്ടികളുണ്ടാകാം, പാർട്ടി നേതാക്കന്മാരുണ്ടാകാം, പക്ഷക്കാരുണ്ടാകാം, അയൽക്കാരുണ്ടാകാം, ബന്ധുക്കളുണ്ടാകാം. 4 4 8 ഉറച്ചു വിശ്വസിച്ചാൽ വേദനിക്കും, വേദനിപ്പിക്കപ്പെടും. ഈ വേദനയുടെ വഴിയാണ് ജോർജ് നമ്മെ കാണിക്കുന്നത്. ഈ വേദനയുടെ വഴിയാണ് കുരിശ് നമ്മെ കാണിക്കുന്നത്. ഈ വേദനയുടെ വഴിയുടെ ചരിക്കുന്നതിനെക്കുറിച്ചാണ് ഈ ദേവാലയത്തിൻ്റെ പെരുന്നാളിൻ്റെ പ്രസക്തി എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. പൗലോസ്ലീഹ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നല്ല യുദ്ധം ചെയ്തു. ഒരു പട്ടാളക്കാരനെ നമ്മൾ അനുസ്മരിക്കുന്നത് യുദ്ധത്തിൻ്റെ പട്ടാളക്കാരനെയാണ്. പൗലോസ്ലീഹ പറഞ്ഞത് യുദ്ധം വെട്ടാൻ പോയ പട്ടാളക്കാരൻ്റെ കഥയല്ല, ഒരു സാധാരണ ജീവിതത്തിൻ്റെ കഥയാണ്. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസം സംരക്ഷിക്കാനുണ്ട്, യേശുവിന് കൊടുത്ത വിശ്വാസം. ആ വിശ്വാസത്തിൽ പാറ്റയാടാതെ, ആ വിശ്വാസത്തിൽ പരിക്കേൽപ്പിക്കാതെ, ആ വിശ്വാസത്തെ അപങ്കുരം പാലിച്ചുകൊണ്ട് ഏത് പ്രതികൂല സാഹചര്യത്തിലും ഏത് ഡയോക്ലീഷ്യന്മാരുടെയും ഏത് രാജാക്കന്മാരുടെയും ഏത് അധികാരികളുടെയും ദൈവത്തിൻ്റെ അവകാശം പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്ന ആരുടെയും മുമ്പിൽ പതറാതെ വിശ്വാസം കാത്തുസൂക്ഷിക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും കഴിയട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥനയും ആശംസയും. ജോർജിൻ്റെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ജോർജിൻ്റെ ചരിത്രത്തിൽ നിരവധിയായ മാറ്റങ്ങളുണ്ടായി. നമ്മൾ ഓരോരുത്തരും ഓരോ കാലഘട്ടവും ജോർജിനെ സ്വീകരിച്ചതിൻ്റെ ഫലമാണ് അദ്ദേഹത്തിൻ്റെ ഉടുപ്പുകൾ മാറുന്നത്. നമ്മളും അദ്ദേഹത്തിൻ്റെ ഉടുപ്പുകൾ മാറി സ്വീകരിക്കുന്ന മലയാളികളാണ്. ഈ മലയാളികൾ യോദ്ധാക്കളാകാൻ വിളിക്കപ്പെട്ടവരാണ്. വിശ്വാസത്തിൻ്റെ യുദ്ധം വെട്ടാനായിട്ട് അനുദിന ജീവിതത്തിൽ സത്യത്തിൻ്റെയും നീതിയുടെയും ധർമ്മത്തിൻ്റെയും വിശുദ്ധിയുടെയും യുദ്ധത്തിന് വെട്ടാനും അത് കാത്തുസൂക്ഷിക്കുന്ന ജീവിതത്തിൻ്റെ ആയോധനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആര് വന്നാലും എൻ്റെ വിശ്വാസം ഞാൻ വിട്ടുകളയില്ല എന്ന് ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് മരിക്കാനായി വിശ്വാസം ഉണ്ടാകുക, വിശ്വാസത്തിൽ മരിക്കുക. ഇത് രണ്ടും പ്രധാനമാണ്. ഒരു വിശ്വാസം മരിക്കാൻ കൊള്ളാവുന്ന വിശ്വാസം കാത്തുസൂക്ഷിക്കുകയും ആ വിശ്വാസത്തിൽ മരിക്കുകയും ചെയ്യുക. വിശ്വാസത്തിന് വേണ്ടി മരിച്ച ഒരു വിശുദ്ധനെയാണ് ഇവിടെ അനുഷ്ഠിക്കുന്നത്, ഇവിടെ പെരുന്നാൾ ആഘോഷിക്കുന്നത്. നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഇത് ഊണും തീനും മാത്രമല്ല, ആത്മാവിൻ്റെ പെരുന്നാളാകണം, ആത്മാവിൻ്റെ ആഘോഷമാകണം, ആത്മാവിൻ്റെ ഉത്കൃഷ്ടവും ആത്മാവിൻ്റെ സ്വാസ്ഥ്യവും ആത്മാവിൻ്റെ ആരോഗ്യവുമാണ്. ആത്മാവിനെ കാത്തുസൂക്ഷിക്കാനുള്ള പെരുന്നാളാണ്. ആത്മാവ് കാത്തുസൂക്ഷിക്കപ്പെടുന്നത് ദൈവത്തോട് വിശ്വസ്ത പുലർത്തുകയും ആ വിശ്വസ്തതയെ മുറുകെ പിടിച്ചുകൊണ്ട് അനുദിനമായ ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കുകയും ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തൻ, വലിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കുമെന്ന് യേശു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ എന്നുമുള്ള നിങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ, പഠിപ്പിക്കാൻ പോകുമ്പോൾ
സാധാരണ ജീവിതത്തിലെ മണ്ഡലങ്ങൾ വ്യാപരിക്കുമ്പോൾ അവിടെയൊക്കെ യേശുവിൻ്റെ വഴിതെറ്റാതെ സൂക്ഷിക്കാനുള്ള വെളിച്ചവുമായി ജീവിക്കാൻ, ഈ യോദ്ധാവിൻ്റെ പടച്ചട്ടകളുമായി അനുദിന ജീവിതത്തിൽ വ്യാപരിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വിശുദ്ധൻ എൻ്റെ ആത്മാവിൽ ആവഹിക്കേണ്ട വിശുദ്ധനാണ്. എൻ്റെ ആത്മാവിൻ്റെ യോദ്ധാവായി കാത്തു സൂക്ഷിക്കേണ്ട മധ്യസ്ഥനാണ്. എൻ്റെ ആത്മാവിനെ കാക്കേണ്ട വിശുദ്ധനാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഇടവകയ്ക്കും ഈ നാടിനും ഈ വിശുദ്ധൻ്റെ കാവലുണ്ടാകുക. നമുക്കെല്ലാവർക്കും അറിയാം, നന്മയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കാൻ, നന്മയുടെ വിശുദ്ധമായ വഴിയിലൂടെ കാവൽക്കാരനായി വിശുദ്ധനെ മാധ്യസ്ഥം സ്വീകരിച്ചുകൊണ്ട് എൻ്റെ ആത്മാവിന് പകരമായി എനിക്കൊന്നും ദൈവത്തിന് കൊടുക്കാനില്ല. ആത്മാവിന് ദൈവത്തിന് സമർപ്പിക്കുന്ന സ്ത്രീ പുരുഷന്മാരും അമ്മ പെങ്ങന്മാരും യുവതിയുവാക്കന്മാരും ക്രൈസ്തവരുമായി ജീവിക്കാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വിശുദ്ധൻ്റെ ഈ മാധ്യസ്ഥത എൻ്റെ ജീവിതത്തിൻ്റെ ഉടയാടയായി എല്ലാം സ്വീകരിച്ചുകൊണ്ട് ആ വിശുദ്ധനെ എൻ്റെ ജീവിതത്തിൻ്റെ മധ്യസ്ഥനെ കാത്തുസൂക്ഷിക്കാനും പ്രതിഷ്ഠിക്കാനും കഴിയട്ടെ. അതിനെല്ലാവരും ഈ ജീവിതത്തിൻ്റെ വഴിയിലൂടെ ഈ കർത്താവിന് വേണ്ടി ആ കർത്താവിൻ്റെ വഴിയിലൂടെ സ്ഥിരമായി സ്ഥിതപ്രജ്ഞരായി ജീവിക്കാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.